ഹായ് ഫ്രണ്ട്സ്, 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള സർവവും സൂര്യനാൽ എന്ന് പറയുന്നത് CRT ചാപ്റ്റർ നോക്കുന്നത്. ഓക്കെ, സോഷ്യലിലെ ഫസ്റ്റ് ചാപ്റ്റർ സർവവും സൂര്യനാൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. LDC LGS എക്സാമുമായി ബന്ധപ്പെട്ട് അനവധി ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകൾ കാണാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയിലെ ചില പ്രധാന നഗരങ്ങളിലെ ഒരു ടെമ്പറേച്ചർ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ താപനില 2015 ഡിസംബർ 1, അതുപോലെ തന്നെ 2015 ജൂൺ 1 ടെമ്പറേച്ചറും രണ്ടും വേറെ ടെമ്പറേച്ചറുകളാണ് അല്ലേ. അപ്പോൾ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഗുജറാത്ത്, തന്നെ തിരുവനന്തപുരം, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലെ ടെമ്പറേച്ചർ ഡിസംബറിലുള്ള ടെമ്പറേച്ചറും ജൂണിലുള്ള ടെമ്പറേച്ചറുമാണ് കാണിച്ചിരിക്കുന്നത്. വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ പ്രദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസങ്ങൾക്കനുസരിച്ച് താപനിലയിൽ മാറ്റമുണ്ടാകുന്നത് നമുക്ക് ബോധ്യമായി, ശരിയല്ലേ. ഡിസംബറിലെ ടെമ്പറേച്ചർ അല്ല ജൂണിലുള്ളത്. അപ്പോൾ പ്രദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസങ്ങൾക്കനുസരിച്ച് താപനിലയിൽ മാറ്റം ഉണ്ടാവും. ഇതിനുള്ള കാരണങ്ങളെക്കുറിച്ച് എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അതിങ്ങനെ വരുന്നത്? സൂര്യനാണ് ഭൂമിയുടെ ഊർജ്ജ സ്രോതസ്സ് നമുക്കറിയാം അല്ലേ. സൂര്യനാണ് ഭൂമിയുടെ ഊർജ്ജ സ്രോതസ്സ്. ഹ്രസ്വ തരംഗങ്ങളായ സൂര്യോർജ്ജം, ഓക്കെ, ഹ്രസ്വ തരംഗങ്ങളാണ് സൗരോർജ്ജം ഭൂമിയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് സൗരോർജ്ജം ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സ്രോതസ്സ് സൂര്യനാണ്. ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് സൗരോർജ്ജം ഭൂമിയിലെത്തുന്നത്. ഇതിനെ സൗരവികിരണം അല്ലെങ്കിൽ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നു. സൗരവികിരണം അല്ലെങ്കിൽ ഇൻസൊലേഷൻ. അപ്പോൾ ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് അത് ഭൂമിയിലേക്ക് എത്തുന്നത്. സൂര്യോദയം മുതൽ അസ്തമയം വരെ നീളുന്ന ഊർജ്ജപ്രവാഹത്തിലാണ് സൂര്യൻ അഭിമുഖമായി, ഓക്കെ, പ്രവാഹത്താലാണ് സൂര്യന് അഭിമുഖമായ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നത്, ശരിയല്ലേ. സൂര്യോദയം മുതൽ അസ്തമയം വരെ നീളുന്ന ഈ ഊർജ്ജപ്രവാഹത്താലാണ് സൂര്യൻ അഭിമുഖമായ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നത്. അപ്പോൾ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സൂര്യനിൽ നിന്നുള്ള കിട്ടുന്ന ഈ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഊർജ്ജപ്രവാഹത്താലാണ് സൂര്യൻ അഭിമുഖമായിട്ടുള്ള ഭൗമോപരിതലം ചൂടുപിടിക്കുന്നത്. തുടർന്ന് ഭൗമോപരിതലത്തിൽ നിന്നും വിവിധ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് താപം വ്യാപിപ്പിക്കുന്നു. പല പ്രക്രിയയിലൂടെ ഈ താപം അന്തരീക്ഷത്തിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഈ താപം വ്യാപിക്കുന്നത്? അന്തരീക്ഷ താപന പ്രക്രിയകൾ ഏതൊക്കെയാണ്? 1 താപചാലനം, 2 സംവഹനം, 3 അഭിവഹനം, 4 ഭൗമവികിരണം. അപ്പോൾ എന്താ താപചാലനം എന്ന് പറഞ്ഞാൽ? ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പടരുന്നുണ്ടോ? ഇങ്ങനെ ചൂട് തൊട്ടടുത്ത ഒരു ലെയറിലേക്ക് പടരുന്നു. അതാണ് ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്ന രീതിയാണ് താപചാലനം. എന്താ സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചൂടായ വായു വികസിച്ച് ഇങ്ങനെ ഉയരുന്ന അതാ പ്രസാരണം ആദ്യത്തെ താപചാലനം, 2 സംവഹനം, 3 അഭിവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു. അപ്പോൾ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ ഇതങ്ങനെ, ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് താപം അല്ലെങ്കിൽ ആ തലത്തിൽ താപം വ്യാപിക്കുന്നതാണ് അഭിവഹനം എന്ന് പറഞ്ഞ സംഗതി. ഇനി ഭൗമവികിരണം എന്ന് പറഞ്ഞാൽ ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്നും ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്നു. അപ്പോൾ ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്നും ഇത് ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്ന അവസ്ഥയാണെന്ത്? ഈ ഭൗമവികിരണം എന്ന് പറഞ്ഞ സംഗതി. അപ്പോൾ ഏതൊക്കെ പ്രക്രിയയാണ്? താപചാലനമുണ്ട്, സംവഹനമുണ്ട്, അഭിവഹനമുണ്ട് എന്നീ പ്രക്രിയകൾ ഭൂമിയോടടുത്ത് അന്തരീക്ഷ ഭാഗങ്ങളാണ് സംഭവിക്കുന്നത്. ഓക്കെ, താപചാലനം, സംവഹനം, അഭിവഹനം എന്നീ പ്രക്രിയകൾ ഭൂമിയോടടുത്ത അന്തരീക്ഷ ഭാഗങ്ങളാണ് സംഭവിക്കുന്നത്. ഓക്കെ, താപചാലനവും സംവഹനവും അഭിവഹനവും ഒക്കെ ഭൂമിയോടടുത്ത അന്തരീക്ഷ ഭാഗങ്ങളാണ് സംഭവിക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ ഊർജ്ജം ശൂന്യാകാശത്തേക്ക് വികിരണം ചെയ്യപ്പെടുന്നതാണ് ഭൗമവികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ടെറസ്ട്രിയൽ റേഡിയേഷൻ അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ. അപ്പോൾ സൂര്യപ്രകാശം അത് ഹ്രസ്വതരംഗമായിട്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. എന്നാൽ ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്നും ശൂന്യാകാശത്തേക്ക് താപം പോകുന്ന അല്ലെങ്കിൽ മടങ്ങിപ്പോകുന്ന ആ പ്രക്രിയയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ ഇതെന്താണ്? ഇത് ലോങ് വേവ് ആട്ടോ. ഓക്കെ, അപ്പോൾ ദീർഘതരംഗ രൂപത്തിലാണ് ഇത് എവിടേക്ക് അന്തരീക്ഷത്തിലേക്ക് പോകുന്നത്. ഓക്കെ, എവിടേക്ക്? ശൂന്യാകാശത്തേക്ക് പോകുന്നു. ഓർത്തിരിക്കുക. ചില വാതകങ്ങൾ ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്ന ഭൗമവികിരണം എന്ന് ഇപ്പോൾ ബോധ്യമായല്ലോ. അപ്പോൾ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്ന ആരാണ്? അത് ഭൗമവികിരണമാണ്. നമുക്ക് താപസന്തുലനം എന്താ പറയുന്നത്? വരവ് ചെലവുകളുടെ തുലനയാണല്ലോ നമ്മുടെ ബജറ്റ് എന്ന് പറയുന്ന സംഗതി. ഓക്കെ, ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവും ചിലവും എത്ര വരവുണ്ട്, എത്ര ചിലവുണ്ട്, അതാണ് ബജറ്റ് എന്ന സംഗതി. ഓക്കെ, പദം കൊണ്ട് ഉയർത്തും. അതുപോലെ സൗരതാപനം ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനത്തെ ഹീറ്റ് ബജറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ സൗരതാപനം അതുപോലെ തന്നെ ഭൗമവികിരണവും. അപ്പോൾ സൗരതാപനം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് ചൂടിങ്ങനെ വരുന്നു, അത് ഭൗമവികിരണം ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി അത് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, ദീർഘതരംഗ രൂപത്തിൽ തിരിച്ചു പോകുന്നു. ഓക്കെ, ഇതിൽ ഇവിടെ ഒരു ബാലൻസ് വരുന്നു പോകുന്നു. ഇത് തമ്മിലുള്ള ഒരു സന്തുലനമാണ്. ഈ സന്തുലനത്തെ പറയുന്നതാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്.
സംഗതി. അപ്പോൾ നോക്ക്, ഇവിടെ സൗരവികിരണം വരുന്നുണ്ട്. ഓക്കെ, ഭൗമോപരിതലത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന 51% ഉള്ളൂ. അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കുന്ന 35% അന്തരീക്ഷത്തിൽ തന്നെ പ്രതിഫലിച്ചു പോകുന്നുണ്ട്. മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നത് എത്ര? ഓക്കെ, 14%. ഓക്കെ, 14% അവർ ആഗിരണം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഭൗമവികിരണം മൂലം നേരിട്ട് ശൂന്യാകാശത്തേക്ക് വിട്ടു പോകുന്ന 17%. 17%. അപ്പോൾ ഇവിടെ ഒരു ടോട്ടൽ ഒരു ബാലൻസിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൗമോന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ അളവിനെ 100 യൂണിറ്റായിട്ട് കണക്കാക്കിയാൽ, 100 യൂണിറ്റാണ് വിചാരിക്കുക, 100 യൂണിറ്റായിട്ട് കണക്കാക്കിയാൽ ഏകദേശം 35 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നതിലൂടെ നഷ്ടമാകുന്നു. അപ്പോൾ അന്തരീക്ഷത്തിൽ തട്ടി പല പ്രശ്നങ്ങളുണ്ട്, അവിടെ തട്ടി പ്രതിഫലിക്കുന്നതിലൂടെ 35% നഷ്ടമാകുന്നുണ്ട്. അന്തരീക്ഷത്തിൽ തട്ടി പ്രതിഫലിക്കുന്നു. ബാക്കി 65 യൂണിറ്റ് ഊർജ്ജം എങ്ങനെ വിതരണം ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെ 65 യൂണിറ്റ് വിതരണം ചെയ്യുന്നു നോക്കാം. അപ്പോൾ അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് 35 യൂണിറ്റാണ്. 100 യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ 35 യൂണിറ്റ് ഇങ്ങനെ പോകുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും നേരിട്ടുള്ള ഭൗമവികിരണം 17 യൂണിറ്റ്. ഓക്കെ, അടുത്താണ് ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന എത്രയാണ്? 51 യൂണിറ്റാണ്. ഭൗമോപരിതലത്തിൽ 51 യൂണിറ്റ്. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് 14 യൂണിറ്റ്. അപ്പോൾ ഈ 51 14 65 അങ്ങനെ 65. ഓക്കെ, ഇനി നോക്ക്, ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷത്തിനുമായി ആകെ ലഭിക്കുന്ന ഊർജ്ജം എത്രയാണ്? 60. ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായി ആകെ ലഭിക്കുന്ന 65 യൂണിറ്റാണ്. അപ്പോൾ ഇതാണ് കിട്ടുന്നത്. ബാക്കി 35 യൂണിറ്റും പ്രതിഫലിച്ചു പോകുന്നുണ്ട്. എവിടെ? അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഊർജ്ജത്തിൻ്റെ അളവ് 35 യൂണിറ്റാണ്. ബാക്കി ഇവിടെ എത്തുന്നത് ഭൗമോപരിതലത്തിലും അന്തരീക്ഷത്തിലുമായി ആകെ ലഭിക്കുന്ന 65 യൂണിറ്റാണ്. ഈ 65 യൂണിറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും നേരിട്ട് ഭൗമവികിരണം, അതായത് ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴി 17 യൂണിറ്റ് പോകുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള വികിരണമായിട്ട് 48 യൂണിറ്റ് പോകുന്നു. അങ്ങനെ 48ഉം 17ഉം. ഓക്കെ, അപ്പോൾ ഭൗമവികിരണം മൂലം 17 യൂണിറ്റാണ്. 17 യൂണിറ്റ് ഭൗമവികിരണം മൂലം 17 യൂണിറ്റും മറ്റ് 48ആണ്. അങ്ങനെ 65 യൂണിറ്റ്. അവിടെ ഒരു സന്തുലിതാവസ്ഥ വരുന്നുണ്ട്. ഭൗമോപരിതലത്തിലേക്ക് എത്തുന്ന മുഴുവൻ ഊർജ്ജവും വിവിധ മാർഗ്ഗങ്ങളിലൂടെ ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നു എന്ന് ബോധ്യമായല്ലോ. ഹീറ്റ് ബജറ്റ് എന്ന ദൈനംദിന താപസന്തുലന പ്രക്രിയയുടെ ഭൗമോപരിതലം സന്തുലിതമായി നിലനിർത്തുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. മൊത്തം 100 യൂണിറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 35 യൂണിറ്റ് അവിടെ തന്നെ അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിൽ തട്ടി പ്രതിഫലിച്ചു പോകുന്നുണ്ട്. 35 യൂണിറ്റ്. ബാക്കി ഭൗമോപരിതലത്തിൽ എത്തുന്നത് എത്രയും 51 യൂണിറ്റേ ഉള്ളൂ. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് 14 യൂണിറ്റ് ഉണ്ട്. ഈ 51ഉം 14ഉം 65 യൂണിറ്റാണ് എങ്ങോട്ട് വരുന്നത്. ഭൗമോപരിതലത്തിലും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുമായി ആകെ ലഭിക്കുന്ന ഊർജ്ജം 65 യൂണിറ്റാണ്. ഈ 65 യൂണിറ്റ് എങ്ങനെ ചിലവാകുന്നത്? ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ട് ഭൗമവികിരണം വഴി 17 യൂണിറ്റ് പോകുന്നുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നും ഭൗമവികിരണം വഴി പോകുന്ന വികിരണം ഓക്കെ, അവിടെ വികിരണം കേട്ടോ. ഓക്കെ, വികിരണം വഴി പോകുന്നത് 48 യൂണിറ്റ്. അങ്ങനെ 65 യൂണിറ്റ് ഓർത്തിരിക്കുക. ഈ താപനില എന്താ? ഈ താപനില എന്ന് പറഞ്ഞാൽ സൗരതാപനത്തിലൂടെ ഭൗമോപരിതലത്തോടെ അടുത്തുള്ള അന്തരീക്ഷ ഭാഗവും ചൂട് പിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമായി. അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയാണ് താപനില. അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയാണ് താപനില എന്ന് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില കണക്കാക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഉച്ചയ്ക്ക് 2 മണിക്കുള്ള അന്തരീക്ഷ സ്ഥിതിയിൽ നിന്നാണ്. എന്നാൽ കുറഞ്ഞ താപനിലയാട്ടെ സൂര്യോദയത്തിന് തൊട്ട് മുമ്പും. ഓക്കെ, അപ്പോൾ എന്താണ്? അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയാണ് താപനില. അന്തരീക്ഷത്തിലെ താപത്തിൻ്റെ തീവ്രതയാണ് താപനില എന്ന് പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷകർ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില എവിടെയാണ്? ഉച്ചയ്ക്ക് 2 മണിക്കാണ് അന്തരീക്ഷത്തിൽ നിന്നാണ്. എന്നാൽ കുറഞ്ഞത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് നമുക്ക് കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ദൈനിക താപാന്തരം. എന്താ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഒരു സ്ഥലത്തെ കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഓക്കെ, കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനിലയാണ് ദൈനിക താപാന്തരം. ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈനിക താപാന്തരം, ഡയോഡിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ഡയോഡിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നു. ഓക്കെ, ദൈനിക താപാന്തരം ഈക്വൽ കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ഒരു ദിവസത്തെ ശരാശരി താപനിലയെ ദൈനിക ശരാശരി താപനില അല്ലെങ്കിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. എങ്ങനെ കണക്കാക്കാം? ദൈനിക ശരാശരി താപനില വെച്ചുകൊണ്ട് കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ബൈ 2. ഓക്കെ, കൂടിയ താപനിലയിൽ നിന്ന് കുറഞ്ഞത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താണ്? താപാന്തരം കിട്ടും. ഓക്കെ, അതായത് ദൈനിക താപാന്തരം കിട്ടും. അതിനെ കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടും. ഓർത്തിരിക്കുക. ഇനി എന്താ ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ വെച്ച് എന്താ ചെയ്യുന്നത്? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും അളക്കുന്ന ഉപകരണമാണ് മാക്സിമം മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തെർമോമീറ്റർ എന്ന സംഗതി. ഇതിന് 2 തെർമോമീറ്ററുകൾ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബിനായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. അവിടെ 2 തെർമോമീറ്റർ യു ആകൃതിയിലുള്ള ഗ്ലാസ് ട്യൂബിലായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? മാക്സിമം തെർമോമീറ്ററിനുള്ളിൽ രസം താപമേറ്റ് വികസിക്കുകയും അത് ലോഹനിർമ്മിതമായ സൂചിയെ തള്ളി ഉയർത്തുകയും ചെയ്യുന്നു. അന്നേ ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനിലയ്ക്ക് നേരെ അത് നിൽക്കുന്നു. സൂചികയുടെ സ്ഥാനം നോക്കി ദിവസത്തെ ഏറ്റവും കൂടിയ താപനില ഏത് സമയത്തും വായിച്ചെടുക്കാം. മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുകൾ ഭാഗത്ത് ആൽക്കഹോൾ നിറച്ചിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് ആൽക്കഹോൾ? മിനിമത്തിൽ ആൽക്കഹോളും എന്താ പറയുക, ഇവിടെ രസവുമാണ്.
എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്ക്, അന്നേ ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനില. അപ്പോൾ മാക്സിമം തെർമോമീറ്ററിൽ രസം, ഓക്കെ, മാക്സിമം തെർമോമീറ്ററിനുള്ളിൽ രസവും മിനിമം തെർമോമീറ്ററിനുള്ളിൽ ആൽക്കഹോളുമാണ് നിറച്ചിരിക്കുന്നത്, ആൽക്കഹോളും, ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ മാക്സിമം തെർമോമീറ്ററിനുള്ളിൽ രസം താപമേറ്റ് വികസിക്കുകയും അത് ലോഹനിർമ്മിതമായ സൂചിയെ തള്ളി ഉയർത്തുക. അപ്പം ഇവിടെയാണ് രസമുള്ളത്, അത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇതിങ്ങനെ വികസിച്ച് ഒരു പ്രത്യേക പോയിന്റിൽ പോയി നിൽക്കും. അതാണ് മാക്സിമം ടെമ്പറേച്ചർ എന്ന സംഗതി, ഓക്കെ, താപനില എന്ന് പറയുന്നത്. നേരെ നിൽക്കുന്നു, സൂചികയുടെ സ്ഥാനം നോക്കി ദിവസത്തെ ഏറ്റവും കൂടിയ താപനില അത് വായിച്ചെടുക്കും. മിനിമം തെർമോമീറ്ററിനുള്ളിൽ മുകൾ ഭാഗത്ത് ആൽക്കഹോൾ നിറച്ചിരിക്കുന്നു, ആൽക്കഹോളാണ് നിറച്ചിരിക്കുന്നത്. താപനില കുറയുമ്പോൾ ആൽക്കഹോൾ സങ്കോചിക്കുന്നതിനാൽ സൂചികയെ മുകളിലേക്ക് വലിക്കുന്നു. സൂചികയുടെ സ്ഥാനത്തെ കുറഞ്ഞ താപനില വായിച്ചെടുക്കാം. കുറഞ്ഞതിൽ ആൽക്കഹോളും മറ്റോടത്ത് രസവും. അങ്ങനെ മാക്സിമം മിനിമം ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ മാക്സിമം മിനിമം തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. ക്ലിയർ. അടുത്ത് എന്താ ഈ ഐസോതേം എന്ന് പറഞ്ഞാൽ? ഐസോതേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിച്ച് കൊണ്ട് വരയുന്ന സാങ്കല്പിക രേഖകളെ ഐസോതേംസ് എന്ന് വിളിക്കുന്നു. ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും താപനില ഒരേപോലെയാണോ? അല്ല, നമുക്കറിയാം അല്ലേ. ഭൂമിയിൽ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് സമതാപരേഖ വരച്ചാൽ അത് ഭൂമധ്യരേഖ സമീപത്തോടു കൂടി കടന്നുപോകും. ഈ സാങ്കല്പിക രേഖയെ താപീയ മധ്യരേഖ അല്ലെങ്കിൽ തെർമൽ ഇക്വേറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ സമതാപ മേഖല എന്ന് പറഞ്ഞ സംഗതി എന്താണ്? സാങ്കല്പിക രേഖകളാണ് സമതാപ മേഖല എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഒരേ അന്തരീക്ഷ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ സമതാപ രേഖകൾ അല്ലെങ്കിൽ ഐസോതേം എന്ന് വിളിക്കുന്നു. ഓർത്തിരിക്കുക. ഇനി എന്താണ് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ എന്താ പറയുക? അക്ഷാംശസ്ഥാനം എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ രേഖാംശം. അപ്പോൾ അക്ഷാംശസ്ഥാനം എന്ന് പറയുന്നത് താപീയ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. സൗരോർജ്ജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്ന ഉഷ്ണമേഖലയിലാണ്, നമുക്കറിയാം ഇല്ലേ. ഉഷ്ണമേഖലയിൽ രശ്മികൾ ഏറെക്കുറെ ലംബമായി പതിക്കുന്നതിൽ അവിടെ കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നു. ഇവിടെ നോക്ക്, ഉഷ്ണമേഖല ഇവിടെ ഈ ആർട്ടിക് ഏരിയയിലാണോ അതോ ഈ ഒരു ഏരിയയിലാണോ ഏറ്റവും കൂടുതൽ താപം വയ്ക്കുന്നത്? ഇവിടെ സൂര്യരശ്മികൾ ലംബമായിട്ടാണ് പതിക്കുന്നത്, അപ്പോൾ അവിടെ ആയിരിക്കും ചൂട് കൂടുതൽ. അപ്പോൾ ധ്രുവങ്ങളോടെടുക്കും തോറും സൂര്യരശ്മികൾ പതനത്തിൽ ചെരിവുണ്ടാകുന്നു. കൂടുതൽ ചെരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ള പോയിന്റ്? സൗരോർജ്ജം ഏറ്റവും തീക്ഷ്ണമായി ലഭിക്കുന്ന ഉഷ്ണമേഖലയിലാണെന്ന് നിങ്ങൾക്കറിയാം. ഉഷ്ണമേഖലയിൽ സൂര്യരശ്മികൾ ഏറെക്കുറെ ലംബമായിട്ടാണ് പതിക്കുക, അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി എന്താ ട്രോപ്പോസ്ഫിയറിലെ പ്രത്യേകത? ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട്. ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരത്തിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറഞ്ഞു വരുന്നതായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 165 മീറ്റർ കൂടി, ഓക്കെ, ഉയരം കൂടി ട്രോപ്പോസ്ഫിയറിൽ 1 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു. അതാണ് ഉയരവും താപനിലയും അല്ലെങ്കിൽ ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്ന സംഗതി. ഓക്കെ, അപ്പോൾ ഉയരം കൂടുന്തോറും എന്താണ്, അപ്പോൾ ഇത് കുറയും, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? കാറ്റുകൾ. ഈ കാറ്റുകൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അക്ഷാംശസ്ഥാനം, ഉയരം, കാറ്റ്, സമുദ്ര സമീപം, കാറ്റുകൾ തുടങ്ങിയ ഘടകങ്ങൾ സ്വാധീനത്താൽ ഭൂമിയിലെ ഓരോ പ്രദേശത്തും താപനിലയിൽ പ്രകടമായ അപ്പോൾ അല്ലെങ്കിൽ ഈ താപനിലയിലെ മാറ്റങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഉയരം, 2 അക്ഷാംശസ്ഥാനം, സമുദ്ര സാമീപ്യം. ഓക്കെ, അപ്പോൾ അക്ഷാംശസ്ഥാനം, ഉയരം, സമുദ്ര സാമീപ്യം, കാറ്റുകൾ. ഓക്കെ, കാറ്റ് ക്ലിയറാണ്. എന്താ പറയാനുള്ളത്? ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നു. കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നതുകൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണുന്നത്. അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദവ്യതിയാനം, കാറ്റുകൾ, മേഘം, വർഷം. അപ്പോൾ അന്തരീക്ഷത്തിലെ താപനിലയിലെ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദവ്യതിയാനം. ഓക്കെ, അതുപോലെ തന്നെ കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലെ താപനിലയിലെ വ്യത്യാസം, അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസം, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് കാറ്റ്, അതുപോലെ തന്നെ പ്രഷർ, അതുപോലെ തന്നെ പിന്നെന്താണ് ഓക്കെ, അന്തരീക്ഷ മർദ്ദവ്യതിയാനം, പ്രഷർ വേരിയേഷൻ, കാറ്റുകൾ, മേഘം, വർഷണം ഇതൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അന്തരീക്ഷത്തിലെ ജലം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അന്തരീക്ഷത്തിലെ ജലാംശത്തെ അറിയുന്നപ്പെടുന്നത് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രത എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ താപനിലയുണ്ട്. അപ്പോൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഹ്യൂമിഡിറ്റി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു. ഇത് ഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് ഇതിൻ്റെ ഏകകം അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ അളവിനെ, വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ അളവിനെ കേവല ആർദ്രത അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു. ഒരു ക്യൂബിക് മീറ്റർ ഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അതിൻ്റെ ഏകകം. ക്ലിയറാണ്. ഇനി എന്താ നമുക്ക് പറയാനുള്ളത്? ഓക്കെ, വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഇതിൽ 2 തെർമോമീറ്ററുകൾ ഉണ്ടാകും. ഒന്ന് സാധാരണ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നു, മറ്റൊന്ന് തെർമോമീറ്ററിൻ്റെ ബൾബ് ഒരു മസ്ലിൻ തുണി കൊണ്ട് പൊതിഞ്ഞു സദാ നനച്ച് വയ്ക്കുന്നു. ഇത് വെറ്റ് ബൾബ് തെർമോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ബൾബ് നനഞ്ഞിരിക്കുന്നതിനാൽ
ഈ തെർമോമീറ്റർ സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയായിരിക്കും രേഖപ്പെടുത്തുക. ഈ രണ്ട് തെർമോമീറ്ററുകളുടെയും താപനിലയിൽ വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തി ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നു. ഒരു നിശ്ചിത താപനിലയിൽ മേൽപ്പറഞ്ഞ വ്യത്യാസം എത്ര അടിസ്ഥാനമാക്കി ഇതോടൊപ്പം നൽകുന്ന പട്ടികയിൽ നിന്ന് ആപേക്ഷിക ആർദ്രത കണക്കാക്കാം. പൊതുവിൽ താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറവും താപവ്യത്യാസം കൂടുതലാണെങ്കിൽ ആപേക്ഷിക ആർദ്രത കൂടുതലുമായിരിക്കും. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി എന്താണ് ഈ ഘനീകരണം അല്ലെങ്കിൽ ഡ്യൂ പോയിൻ്റ് എന്നാൽ, അതായത് ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഘനീകരണം ആരംഭിക്കുന്ന ആ നിർണായക പോയിൻ്റ്, ഘനീകരണം ആരംഭിക്കുന്ന ആ നിർണായക ഊഷ്മാവിനെ തുഷാരാങ്കം അല്ലെങ്കിൽ ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നു. ആ ഊഷ്മാവിനെ നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നതെന്ന് ശതമാനത്തിൽ കണക്കാക്കുന്നു. ഈ ആനുപാതിക അളവിനെ ആപേക്ഷിക റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രതയെങ്കിൽ ആപേക്ഷിക ആർദ്രത 50 ആയിരിക്കും. ഇത് കണക്കാക്കുന്നത് എങ്ങനെ? ആപേക്ഷിക ആർദ്രത റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഈസ് ഈക്വൽ ടു കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100. അപ്പോൾ ആപേക്ഷിക ആർദ്രത ഈസ് ഈക്വൽ ടു കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100. ഓക്കെ, ഇനി എന്താ ഈ സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സബ്ലിമേഷൻ ചില അവസരങ്ങളിൽ അന്തരീക്ഷ താപനില ഗണ്യമായി കുറഞ്ഞതിനാൽ നീരാവി നേരിട്ട് ഖരാവസ്ഥയാകുന്നു. ഓക്കെ, അതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ ഹിമകണങ്ങൾ നേരിട്ട് ഖരാവസ്ഥയിലെത്തുന്നു. ഇതാണ് സബ്ലിമേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ക്യാമ്പ് ഈ കർപ്പൂരൊക്കെ കത്തിക്കുമ്പോൾ നേരിട്ട് ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അതും ഒരു സബ്ലിമേഷൻ ഉദാഹരണമാണ്. അപ്പോൾ ചില അവസരങ്ങൾ അന്തരീക്ഷ താപനിലയിൽ ഗണ്യമായി കുറയുന്നതിനാൽ നീരാവി നേരിട്ട് ഖരാവസ്ഥയിലാകുന്നു. ഇനി ഏതൊക്കെയാണ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? ഘനീകരണ പ്രക്രിയയിൽ ആരംഭിക്കുന്ന അന്തരീക്ഷത്തിൽ പൂരിതാവസ്ഥയിലെത്തേണ്ടതാണ്. അന്തരീക്ഷം പൂരിതാവസ്ഥയിലെത്തിയതിനു ശേഷം നീരാവി അന്തരീക്ഷത്തിലെത്തുകയോ താപനില ഗണ്യമായി കുറയുകയോ ചെയ്താൽ നീരാവിക്ക് ഘനീകരണം സംഭവിക്കുന്നു. അപ്പോൾ ഘനീകരണ രൂപങ്ങൾ ഏതൊക്കെയാണ്? ഘനീകരണ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിമം, മൂടൽമഞ്ഞ്, തുഷാരം. ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ, അതുപോലെ തുഷാരം. ഓക്കെ, ഹിമം, തുഷാരം, തൂഹിമേരി. ഓക്കെ, തുഷാരം, ഹിമം, മേഘം. ഓക്കെ, അതുപോലെ തന്നെ തുഷാരം, ഹിമം, മേഘം, മൂടൽമഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഘനീകരണ രൂപങ്ങൾ ഓർത്തിരിക്കുക. തുഷാരം പ്രഭാതങ്ങളിൽ പുൽച്ചെടിയിലും ഇലകളിലും തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിയിരിക്കുന്നത് കാണാം. ഇതാണ് തുഷാരം സ്വാതി. ഇതാണ് ഈ കാണിച്ചിരിക്കുന്ന തുഷാരം സ്വാതി. ഓക്കെ, ഇനി എന്താണ് ഹിമം എന്ന് പറഞ്ഞാൽ? രാത്രികാലങ്ങളിൽ ഉപരിതല താപം 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് താഴെയായി കുറയുന്ന പ്രദേശങ്ങൾ ഭൂമിയിലുണ്ടല്ലോ, ഇത്തരം പ്രദേശങ്ങളിൽ തുഷാരം രൂപം കൊള്ളുന്നു. അതാണ് ഹിമ അല്ലെങ്കിൽ ഫ്രോസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇനി മൂടൽമഞ്ഞ് എന്താണ്? മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ ഘനീകരണ രൂപങ്ങളാണ്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികൾ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുന്നു. ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന് തന്നെ ഇവയെ വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതായത് 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതിൻ്റെ കനത്ത മൂടൽമഞ്ഞ് ഫോഗ് എന്നും, ദൂരക്കാഴ്ച 1 കിലോമീറ്റർ അധികമാണെങ്കിൽ നേർത്ത മൂടൽമഞ്ഞ് മിസ്റ്റ് എന്നും. ഓക്കെ, ഫോഗും മിസ്റ്റും. ഓക്കെ, ഫോഗ് ആൻഡ് മിസ്റ്റ്. അപ്പോൾ ഫോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ, അതായത് ദൂരക്കാഴ്ച, മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ അത് ഫോഗ് എന്ന് പറയുന്നത്. ഫോഗ്. ഓക്കെ, അതായത് കനത്ത മൂടൽമഞ്ഞ്. ഫോഗ് എന്ന് പറഞ്ഞാൽ കനത്ത മൂടൽമഞ്ഞ്. ഓക്കെ, മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ അത് ഒരു കിലോമീറ്ററിലും ദൂരത്ത് കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് അല്ലെങ്കിൽ ഫോഗ് എന്നും, ദൂരക്കാഴ്ച 1 കിലോമീറ്റർ അധികമാണെങ്കിൽ നേർത്ത മൂടൽമഞ്ഞ് അല്ലെങ്കിൽ മിസ്റ്റ് എന്നും വിളിക്കുന്നു. ഓക്കെ, ശൈത്യകാലത്ത് മൂടൽമഞ്ഞ് കാരണം വടക്കേ ഇന്ത്യയിൽ എന്താണ്? വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടയ്ക്കുന്നുണ്ട്. ഇനി എന്താ ഈ സ്മോഗ് എന്ന് പറഞ്ഞാൽ? വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കലർന്ന് സ്മോഗ് എന്ന പുകയും അതുപോലെ തന്നെ മൂടൽമഞ്ഞും കൂടി ചേർന്ന സ്മോഗ് എന്ന അന്തരീക്ഷ അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഗതാഗത തടസ്സമുണ്ടാകുന്ന സ്മോഗ് എന്ന് പറഞ്ഞാൽ മതി. ഇനി മേഘങ്ങൾ എന്താണ്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികളുടെ വലിപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയാണ്. അതിനാലാണ് ഇവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്. ആകാശത്തിൽ വിവിധ തരം മേഘങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ മേഘങ്ങൾ നമുക്കറിയാം? സിറസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ. അപ്പോൾ സിറസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ കാണുന്ന നേർത്ത തൂവൽ കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. സ്ട്രാറ്റസ് മേഘം എന്ന് പറഞ്ഞാൽ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന സംവഹന പ്രവാഹഫലമായി രൂപം കൊള്ളുന്ന തൂവൽ കെട്ടുകൾ പോലെയുള്ള ഈ മേഘങ്ങളെ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചിരിക്കുന്നതാണ് ക്യുമുലസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ താഴ്ന്ന വിധാനത്തിൽ കാണുന്ന ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ജലകണികൾ സാന്ദ്രമായതിനാൽ ഇത് സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു.
ഓക്കെ, മുകളിൽ സൂചിപ്പിച്ച മേഘങ്ങൾ സ്വതന്ത്രമായിട്ടല്ല പൊതുവെ കാണപ്പെടുന്ന വിവിധതരം മേഘങ്ങൾ. ഓക്കെ, പലപ്പോഴും നമുക്ക് ദൃശ്യമാകുന്ന ഉദാഹരണത്തിന് ക്യുമുലസ്, നിംബസ് എന്നീ മേഘങ്ങൾ കൂടി ചേർന്ന് ക്യുമുലോ നിംബസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ക്യുമുലോ നിംബസ്. ഓക്കെ, വളരെ ഉയരത്തിൽ കാണപ്പെടുന്നത്, അതായത് 20,000 40,000 ഫീറ്റിന് മുകളിലാണെങ്കിൽ അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഘങ്ങൾ, ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈ ക്ലൗഡ്, വളരെ ഉയരത്തിൽ കാണുന്ന 20,000 40,000 ഫീറ്റ്. ഇനി 7,000-നും 20,000 ഇടയിലാണെങ്കിൽ 7,000 20,000 ഇടയിലാണെങ്കിൽ അത് മധ്യമേഘങ്ങൾ. ഓക്കെ, താഴ്ന്ന മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ 7,000 താഴെ, 7,000 ഫീറ്റിന് താഴെയാണെങ്കിൽ അത് ലോ ക്ലൗഡ്സിൽ താഴ്ന്ന മേഘങ്ങൾ എന്നൊക്കെ അറിയപ്പെടാം. ഓക്കെ, ഇനി നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ. ഇനി എന്താ നമുക്ക് നോക്കാനുള്ളത്? വർഷണം. എന്താ ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ: മഴ, ആലിപ്പഴ വീഴ്ച, അതുപോലെ തന്നെ മഞ്ഞുവീഴ്ച. ഓക്കെ, തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മേഘങ്ങളിൽ ജലകണികളുടെ വലുപ്പം കൂട്ടുന്നു. ഭൂഗുരുത്വത്തെ പ്രതിരോധിക്കാനാകാതെ വരുമ്പോൾ മേഘങ്ങളിൽ നിന്ന് ജലത്തുള്ളികൾ മോചിപ്പിക്കുകയും. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ മേഘങ്ങൾ രൂപീകരിക്കുന്നത് മനസ്സിലായി. എന്താണ്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ഓക്കെ, ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലുപ്പം ഏകദേശം 0.001 സെൻറ്റിമീറ്ററിൽ താഴെയാണ്. അതിനാലാണ് ഇവ താഴേക്ക് പതിക്കാതെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്. ആകാശത്തിൽ വിവിധ തരം മേഘങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സിറസ് മേഘങ്ങൾ എന്താണ്? സിറസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിധാനങ്ങൾ കനത്ത പാളികളായി കാണപ്പെടുന്നു. സ്ട്രാറ്റസ്, ക്യുമുലസ്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നതാണ് ക്യുമുലസ്. തൂവൽക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങൾ ലംബദിശയിൽ വ്യാപിക്കും. നിംബസ് മേഘങ്ങൾ താഴ്ന്ന വിധാനത്തിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഓർത്തിരിക്കുക. ഓക്കെ, വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങൾ. സാധാരണയായി വർഷം സംഭവിക്കുന്നത് ജലത്തുള്ളികളുടെ രൂപത്തിലാണ്. ഇതാണ് മഴ, റെയിൻഫോൾ. അന്തരീക്ഷ നില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ വർഷണം നേരത്തെ ഹിമകണങ്ങളായിട്ടാണ് മഞ്ഞുവീഴ്ച. ചിലപ്പോൾ മേഘങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുന്ന ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൽ തണുത്ത പാളികളിലൂടെ കടന്നു പോകുന്നതിനാൽ ഇവ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളായി വീഴുന്നതാണ് ആലിപ്പഴ വർഷം അല്ലെങ്കിൽ ഹീൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇതൊക്കെ വർഷണത്തിൻ്റെ രൂപങ്ങളാണ്. ഈ പലതരം മഴകൾ ഏതൊക്കെയാണ്? മഴകൾ: കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വതച്ചെരുവുകളിൽ ഉയർന്ന തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു. കാറ്റിന് അഭിമുഖമായി പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങൾ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റാണ്. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ പർവ്വതവൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി എന്ന് പറയുന്നു. ഓക്കെ, പർവ്വതവൃഷ്ടി അല്ലെങ്കിൽ ശൈലവൃഷ്ടി. ഇവിടെ മഴ ഉണ്ടാവും, എന്നാൽ ഇവിടെ മഴ നിഴൽ പ്രദേശമായിരിക്കും. ഓക്കെ, പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങളിൽ മഴ നിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകൾ പഠിച്ചിട്ടുണ്ട്. ഉയർന്ന താപനിലയും എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞുള്ള ഉണ്ടാകുന്ന മഴയും അവിടുത്തെ പ്രത്യേകതയാണ്. ഓക്കെ, ഉയർന്ന വായു താപമേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലെത്തുന്നു. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലെത്തുന്ന വായു തണുത്ത ഘനീഭവിച്ച് ക്യുമുലസ് മേഘങ്ങൾ രൂപപ്പെടുന്നു. തുടർന്ന് ഇടിമിന്നലോടുകൂടി മഴയുണ്ടാകുന്നു. ക്യുമുലസ് മേഘങ്ങൾ അവിടെ ഉണ്ടാകുന്നത് ക്യുമുലസ് മേഘങ്ങൾ ഇടിമിന്നലോടുകൂടിയുള്ള മഴ. സാധാരണയായ ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഈ മഴയെ അധിക നേരം നീണ്ടു നിൽക്കില്ല. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന മഴ. അപ്പോൾ സംവഹന മഴ എന്ന് വെച്ചാൽ ക്യുമുലസ് മേഘങ്ങൾ ഉണ്ടാകുന്ന മഴയാണ് സംവഹന മഴ. ക്യുമുലസ് മേഘങ്ങളാണ് ഉണ്ടാവുക. ക്യുമുലസ് മേഘങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സംവഹന വൃഷ്ടി, ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലെയുള്ള ഈ മഴമേഘങ്ങൾ ലംബദിശയിൽ. അപ്പോൾ ക്യുമുലസ് മേഘങ്ങൾ ഇടിയോടുകൂടിയുള്ള മഴ ഉണ്ടാവും. അപ്പോൾ സംവഹന മഴ എന്നും പറയുന്നു. സംവഹന മഴ ഉണ്ടാവും. അപ്പോൾ എന്താണ്? ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുന്നു. സാധാരണ ഉച്ച കഴിഞ്ഞുണ്ടാകുന്ന ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കില്ല. മഴയെ സംവഹന മഴ എന്ന് പറഞ്ഞു. കരയ്ക്കും കടലിനും മുകളിൽ അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. കടലിൽ നിന്നുള്ള വായു തീരപ്രദേശത്ത് വച്ച് കരയിലെ വായുവിനെ കൂട്ടിമുട്ടുന്നതിനാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴയെ തീരദേശ മഴ എന്ന് വിളിക്കുന്നു. അപ്പോൾ കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. കടലിൽ നിന്ന് വായു തീരപ്രദേശങ്ങളിൽ വെച്ച് കരയിലെ വായുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘ രൂപീകരണത്തിന് അതാണ് മഴ, തീരദേശ മഴ. ഭൂമി എന്ന നമ്മുടെ ജീവചക്രത്തിലെ സകല സ്പന്ദനവും നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. സൗരോർജ്ജത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനപ്പെടുത്തിയാണ് ജീവലോകത്തിൻ്റെ നിലനിൽപ്പ്. ഭൂമിയിൽ സസ്യജന്തുജാലങ്ങളുടെ വിതരണം തന്നെ സൗരോർജ്ജ ലഭ്യതയ്ക്കനുസരിച്ചാണ്. മനുഷ്യൻ്റെ കാര്യത്തിലും സ്ഥിതി മറിച്ചല്ല. ജീവൻ്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും നിയന്ത്രിക്കുന്നത് സൗരോർജ്ജമാണ്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തെ ആവശ്യമായ അളവിലും നിലനിർത്താനും അധികമായത് തിരിച്ചയക്കാനും പ്രകൃതിയിൽ തന്നെ ഒരു സ്വാഭാവിക സംവിധാനമുണ്ട്. സൗരതാപനം, ഭൗമവികിരണം എന്നീ ഊർജ്ജധാരകളിൽ നിന്ന് നേരിയ ഏറ്റക്കുറച്ചിലുണ്ടായാൽ പോലും ഇത് ഭൗമോപരിതല ശരാശരി താപനില വ്യത്യാസമുണ്ടാകും. ഇതാകട്ടെ ജീവൻ്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തും. അന്തരീക്ഷ താപനിലയിൽ മാറ്റങ്ങൾ കാരണമാകുന്ന മനുഷ്യപ്രവർത്തനങ്ങൾ നമുക്ക് അറിയാം. മരം വെട്ടി നശിപ്പിക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫാക്ടറികൾ, വണ്ടികളുടെയൊക്കെ ഇതൊക്കെ ആഗോളതാപനം കാര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ സൂര്യൻ്റെ ഇമ്പോർട്ടൻസ് എന്താ എന്നുള്ളതും, എന്താണ് താപചാലനം, സംവഹനം, അതുപോലെ തന്നെ അഭിവഹനം, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമവികിരണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. പലതരത്തിലുള്ള മേഘങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കി, ഘനീകരണ രൂപങ്ങളെക്കുറിച്ച് നോക്കി, വർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള വർഷങ്ങളുണ്ട്? അതായത് മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച, അതുപോലെ തന്നെ മഴ,
വർഷരൂപങ്ങൾ നമ്മൾ നോക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട് പല മേഖലകളിൽ നിന്നും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു SCERT ചാപ്റ്ററുമായി തൊട്ടടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.